ഇപ്പൊ 4 പതിറ്റാണ്ടായി ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുന്ന ഒരു പള്ളിയുണ്ട് തമിഴ്നാട്ടിൽ. മതസൗഹാർദ്ദത്തിന്റെ ആ മനം നിറയ്ക്കുന്ന കഥ പറയുകയാണ് മുഹമ്മദ് റഹീസ്. ചെന്നൈയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. സൂഫിദാർ ക്ഷേത്രം ചൈത്ര നവരാത്രിക്കായുള്ള ഒരുക്കത്തിലാണ്. വിഗ്രഹങ്ങൾ ഒരുക്കി അലങ്കരിച്ച് ആഘോഷത്തിനായുള്ള തയ്യാറെടുപ്പ് തകൃതിയായി നടക്കുന്നു. ക്ഷേത്രത്തിന്റെ അടുക്കളയിലും തട്ടുമുട്ടുമൊക്കെ കേൾക്കാം. അവിടെയും ഒരുക്കം നടക്കുകയാണ്. 1000-ലധികം പേർക്കുള്ള ഇഫ്താർ വിരുന്നൊരുക്കൽ. വല്ലജ വലിയ പള്ളിയിലെ നോമ്പുതുറ സൂഫിദാർ ക്ഷേത്രത്തിന്റെ വകയാണ്. 1947-ലെ ഇന്ത്യ വിഭജനത്തിനു ശേഷം ചെന്നൈയിലേക്ക് താമസം മാറിയ സിന്ധിൽ നിന്നുള്ള ദാദാ രത്തൻചന്ദാണ് ക്ഷേത്രത്തിന് പിന്നിൽ. സൂഫി സന്യാസിമാർ, ഹിന്ദു ദൈവങ്ങൾ, യേശുക്രിസ്തു, സിഖ് ഗുരുക്കൾ, വിവിധ മതചിഹ്നങ്ങൾ എന്നിവ ഇവിടെ കാണാം. രാവിലെ 8 മണിക്ക് തുടങ്ങുന്നതാണ് നോമ്പുതുറയ്ക്കുള്ള ഭക്ഷണമൊരുക്കൽ. ഈന്തപ്പഴവും ജ്യൂസും എണ്ണപ്പലഹാരങ്ങളും മധുരവും വെജിറ്റബിൾ ബിരിയാണിയുമെല്ലാം ഒരിടത്ത് നിന്ന് തന്നെ. വൈകിട്ട് 5:30-യോടെ ഭക്ഷണം പള്ളിയിലെത്തിക്കും. പിന്നീട് ക്ഷേത്ര കൂട്ടായ്മയിലുള്ളവരും പള്ളിയിലെ ഭാരവാഹികളും ഒത്തുചേർന്ന് വിളമ്പും. നോമ്പ് തുറക്കുന്നവർക്കും തുറപ്പിക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം. ഞാനിവിടെ ചെന്നൈയിൽ ഒട്ടുമിക്ക പള്ളികളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ കണ്ടത് ഒരു മതസൗഹാർദ്ദമാണ്. കാരണം ഒരു ടെമ്പിളാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ടെമ്പിളാണ് കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായിട്ട് ഇവിടെ നോമ്പ് തുറ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിശ്വാസികൾ വരുമ്പോൾ തന്നെ അവർ തന്നെ എല്ലാ ഫുഡ് എന്താണെങ്കിൽ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്താണ് നമുക്ക് തരുന്നത്. നമുക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം അവർ നല്ല സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെയാണ് തരുന്നത്. ഇവിടെ മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരു ഇതില്ല, ഒരു സഹോദരങ്ങൾ, ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതസ്ഥരും ഇവിടെ നോമ്പ് തുറക്കാൻ വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സുഹൃത്തുക്കളായാലും വരാറുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഈ പള്ളി പ്രത്യേകം. അതാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള കാരണം തന്നെ. Hindu and Muslims, we are all brothers. That's why we are serving them. Service to a mankind, service to a God is been told by Puja Dada Rattan Ji. So we are following that. There is a team, and by the 8 o'clock in the morning, our cooks comes. We have a big kitchen in Sufidar. They start preparing for the day, and they finish cooking by 4:30. We start loading by 4:30. We come here by 5:15. All the volunteers has been instructed to come here by 5:30. They will reach from various areas. They come here together, and we start unloading the things by 5:30. By the 5:45 we go up, and we start making our teams by 6 o'clock. By 6:05 we start serving. We have to finish our serve before the bang. So it is, we have 20 minutes. In 20 minutes it is a challenge for us. We serve nearly more than 1,000 Muslim brothers. 1000-ലധികം പേരാണ് പള്ളിയിൽ നോമ്പ് തുറക്കാനെത്തുന്നത്. മതത്തിന്റെ മതിൽക്കെട്ടില്ലാതെ, വേർതിരിവില്ലാതെ ഇവർ നോമ്പിന്റെ പുണ്യം പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ നോമ്പുതുറ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല, ഈ വല്ലജ പള്ളിയിലെ ചെന്നൈയിലെ എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്നത് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാണ്. എന്തായാലും ഒരു നല്ല മാതൃകയാണ്. കാലങ്ങളോളം ഇതിങ്ങനെ നീണ്ടു നിൽക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. അപ്പോൾ ഒരിക്കലും ആ ചടങ്ങിനൊരു മാറ്റം വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. നല്ല സന്തോഷവും പ്രതീക്ഷയൊക്കെ തരുന്നൊരു വാർത്ത.